ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ഇനി ചെയ്യാൻ പോകുന്നത് ഒരു സമൂസ റെസിപ്പിയാണ്. ഇത് റോൾ സമൂസയാണ്. സാധാരണ സമൂസേനേക്കാളും ഉണ്ടാക്കാൻ എളുപ്പവും എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഈ സമൂസ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സമൂസയിൽ സ്റ്റഫ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടി ഓയിൽ ഒഴിച്ചിട്ട് പെരിഞ്ജീരകം പൊട്ടിക്കുക, പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇടുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ചെറുതായിട്ടരിഞ്ഞ് ഒരു മീഡിയം സൈസ് സവോള ഇടുക. ഇതൊന്ന് വഴറ്റി ഇത്തിരി ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊട്ടറ്റോയിലേക്കുള്ള ഉപ്പൊക്കെ കൂടി ചേർത്ത് ഇപ്പോഴേ ചേർത്ത് കൊടുക്കണം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി പൊടികളിടാം. മഞ്ഞൾപ്പൊടിയും ഇതൊരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും സെയിം അളവിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊട്ടറ്റോയും ക്യാരറ്റും ബീട്രൂട്ടും കൂടി പുഴുങ്ങി പൊടിച്ചതാണിത്. പൊടിച്ചതെന്ന് പറഞ്ഞാൽ ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് അതിൻ്റെ കട്ടയൊക്കെ കളഞ്ഞെടുക്കുക. ഇനി ഈ മസാലയുടെ ഒപ്പം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടാണ് ഇത് മിക്സ് ആക്കി എടുക്കുന്നത്. കാരണം പൊട്ടറ്റോ ഒക്കെ വെന്തല്ലേ, ഇനി അത് വേവേണ്ട ആവശ്യമില്ല. അപ്പം അതുപോലെ മസാല നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു. പിന്നെ അവസാനമായിട്ട് മല്ലിയിലയും കൂടി ചേർക്കുക. മസാലയുടെ കാര്യങ്ങൾ ഇത്രയൊക്കെയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മൈദ ചേർക്കുക. ഞാൻ 2 കപ്പ് മൈദയാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ 1 കപ്പെന്ന് ഞാൻ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. 1 കപ്പിൻ്റെ ആവശ്യമില്ല, അതിനേക്കാളും കുറച്ച് കുറവാണ് വെള്ളം ഉപയോഗിച്ചേക്കുന്നത്. നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനെ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ 3 ബോൾസാണ് ഇത്രയും മാവിനെ ആക്കിയേക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടിയാണ് 3 ആക്കിയെടുത്തത്. ഇനി ഇത് പരത്തുമ്പോഴത്തേക്കും പൊടി ഇടരുത്, പകരം എണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. പിന്നെ നല്ല കനം കുറവായിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പരത്തിയപ്പോൾ ഇതിന് കറക്റ്റ് ഷേപ്പ് ഒന്നും വന്നില്ല. അതുകൊണ്ട് ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിനെ പീസസ് ആക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ പീസസ് ആക്കിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ബോൾസ് ആക്കി എടുത്ത് ഇതിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ റോളാക്കി എടുക്കുക. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. മറ്റേ സമൂസേനേക്കാളൊക്കെ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയും കഴിയും. അപ്പോൾ ഇങ്ങനെ റോളാക്കി എടുത്ത് കഴിയുമ്പോൾ അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടുമല്ലോ ഇതിൻ്റെ നടുക്കൊന്നൊന്ന് കൊത്തി കൊടുക്കുക. അപ്പോൾ ഇത് വിട്ടുപോവില്ല. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. മൈദയും കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടത് നല്ല ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം. അതിൽ ഈ സമൂസനെ മുക്കിയിട്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ച സമൂസ മുക്കിയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ ഫ്രൈ ആക്കണം. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ബീട്രൂട്ടൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഒരു റീ നോക്കാം. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്